ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മൻസിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ നമ്മുടെ കിളിക്കൂട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ? നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂടിന്റെ കുറച്ച് വിശേഷങ്ങൾ കേൾക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കയറി കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോസ് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരീഷിനെയും സുധീഷിനെയാണ്. അവര് പുറത്ത് ഒരു സ്ഥലത്തിരുന്ന് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഹരീഷ് പറയാണ്, നമ്മുടെ സുഭാഷ് ഏട്ടന്റെ കല്യാണക്കാര്യം നമ്മൾ കുറച്ചും കൂടെ ഉത്തരവാദിത്വത്തോടു കൂടി സുധീഷേട്ടാ നമുക്കത് മുൻകൈ എടുത്ത് നടത്തണം. എടാ, നമ്മൾ മുൻകൈ എടുക്കാത്തത് കൊണ്ടാണോ? ഒന്നുകിൽ പെൺവീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല, നമുക്ക് രണ്ടു കൂട്ടർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങൾ, അല്ലാണ്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങാത്തതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് സുധീഷ്. അപ്പം നമ്മുടെ ഹരീഷ് പറഞ്ഞു, അങ്ങനെയല്ല സുധീഷ് ഏട്ടാ, കുറച്ചും കൂടെ, കാരണം സുഭാഷ് ഏട്ടന്റെ ഏജ് ആണെങ്കിലും പ്രായം കയറി വരുന്നുണ്ട്. അത് മാത്രമല്ല, സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഒറ്റാൻ തടി പോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞാൽ അതൊരു സങ്കടമുള്ള കാര്യം തന്നെ. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നിധിയേട്ടത്തെ നമ്മളെ കുറ്റപ്പെടുത്തുന്നതിലും കാര്യമുണ്ട്. നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കണക്ക് നമ്മുടെ അച്ഛന്റെ കാര്യം അറിയാലോ. അതുകൊണ്ട് നമ്മൾ മുൻകൈ എടുത്ത് തന്നെ ഇതിലേക്ക് ഇറങ്ങണമെന്ന് പറയുന്നത്. അപ്പൊ സുധീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹരീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധീഷ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ട് അതിന്റെ മറുപടിയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കാണാം, ആ ബ്രോക്കർ ദേ കണ്ണിന്റെ മുന്നിൽ കൂടെ പോവുകയാണ് വിജയൻ ചേട്ടൻ. അപ്പോഴേക്കും സുധീഷ് കുഞ്ഞ്, ഏടാ ദേ നമ്മൾ മനസ്സിൽ വിചാരിച്ച ഒരാള് ദേ പോണൂന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടനെ വിളിക്കുകയാണ്, ആ ബ്രോക്കർ ചേട്ടനെ. അപ്പോഴേക്കും അയാൾ വണ്ടി നിർത്തി, കൈയൊട്ടി സുധീഷ് വണ്ടി നിർത്തിച്ചു കേട്ടോ. എന്നിട്ട് എന്റെ പൊന്നു ചേട്ടാ, ഇപ്പൊ 3-4 മാസമായല്ലോ ചേട്ടൻ നമ്മുടെ വീട്ടിൽ കാണാനേ ഇല്ലല്ലോ, എന്തേ ഞങ്ങളുടെ ഏട്ടന് വേണ്ടിയിട്ട് ഒരു കല്യാണം കൊണ്ടുവരാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. ചേട്ടന്റെ കാര്യം ഞങ്ങളിത് ഇപ്പൊ പറഞ്ഞങ്ങോട്ട് വായിൽ നാക്കിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓ, നിങ്ങളുടെ ഏട്ടന് ഞാൻ എത്ര എത്ര കല്യാണാലോചന കൊണ്ടുവന്നതാ. ഒന്നുകിൽ നിങ്ങളുടെ സുഭാഷ് ചേട്ടന് ഇഷ്ടപ്പെടൂല, അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റവർക്ക് ഇഷ്ടപ്പെടൂല. എത്ര ആലോചന സുധീഷ ഞാൻ കൊണ്ടുവന്നത്. അപ്പോഴേക്കും ആ ബ്രോക്കർ പറഞ്ഞു, അത് മാത്രമല്ല, ഏറ്റവും പ്രശ്നം രണ്ടു കൂട്ടർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടില് പെണ്ണുങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു കുറ്റവും. ഇത് കേട്ടപ്പോഴത്തേക്ക് സുധീഷ് പറഞ്ഞു, പെണ്ണുങ്ങളില്ല, അപ്പൊ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ പെണ്ണല്ലേ? ചേട്ടൻ എന്താ ഈ പറയണേ? അതല്ലടാ, ഒരു ഇത്രയും 5 ആണുങ്ങളുള്ള വീടല്ലേ, അപ്പൊ ഒരു പെൺകുട്ടികളൊക്കെ ഉള്ള ഒരു അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഒരു താല്പര്യം കൂടുതൽ വരും. പെൺമക്കളെയൊക്കെ ഒരു വീട്ടിലയക്കുമ്പോ ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ട ഒരു പെണ്ണുങ്ങളൊക്കെ നോക്കുമല്ലോടാ. അതുകൊണ്ടാണ് നിങ്ങളുടെ കല്യാണം ഒട്ടുമുക്കാലും നടന്നു പോണതെന്ന് ഇങ്ങനെ പറയണേ. അപ്പൊ സുധീഷ് പറയും, ചേട്ടാ എന്താണെങ്കിലും ശരി, നമുക്ക് ഒത്തിണങ്ങി പറ്റിയ സുഭാഷ് ഏട്ടന് ചേർന്ന് പോകാൻ പറ്റണ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയെ ചേട്ട എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണം. ചേട്ട എപ്പോഴും പറയും പോലെ ശരിയാക്കി വരാന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഇത് പിടിയുന്ന തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കണമെന്ന് സുധീഷ് പറയണേ. അപ്പൊ എന്തായാലും ഞാൻ ആലോചിച്ചിട്ട് ഇന്ന് എന്നെ വിളിക്കാന്നും പറഞ്ഞുകൊണ്ട് വിജയൻ ചേട്ടൻ പോവേണ്ട കേട്ടോ. അപ്പം കുറെ കഴിഞ്ഞപ്പോ കാണാം, നമ്മുടെ സുധീഷ് നോക്കിയപ്പോ കാണാം, എടാ ഹരീഷേ, ദേ പറഞ്ഞ ആളെ ഒന്ന് നോക്കടാന്ന് പറയും. ഹരീഷ് ചോദിക്കും, ആരാ? നിന്റെ അളിയൻ ദേ വരണു. കറക്റ്റ് വന്ന് അഖില് നമ്മുടെ സുധീഷിന്റെ ഹരീഷിന്റെ ഫ്രണ്ടിൽ ഒന്ന് ചാടി കൊടുക്കാനായിട്ടോ. അപ്പോഴേക്കും സുധീഷ് പതുക്കെ ചാടി എഴുന്നേറ്റ്, ആ ഇതാരാ? നമ്മുടെ അളിയനാ. എന്തൊക്കെയുണ്ട് അളിയാ വിശേഷം? അപ്പോഴേക്കും അഖില് തുടിപ്പിച്ചൊരു നോട്ടം നോക്കാനായിട്ടോ. അളിയനോ? ആരുടെ അളിയൻ? ദേ വെറുതെ എന്റെ അടുത്ത് തട്ടിക്കറാൻ വേണ്ടി നിക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ നീ തട്ടിക്കറി എന്ത് ചെയ്യൂടാ എന്നൊക്കെ ചോദിച്ച് സുധീഷ് അങ്ങോട്ട് ഒരു ചളവയ്ക്കാൻ ചെല്ലേന്. അപ്പോഴേക്കും പറഞ്ഞു, അതെ, നീയൊക്കെ ഇപ്പൊ കിടന്ന് അഹങ്കരിക്കണ എന്തിന്റെ പുറത്താന്നൊക്കെ എനിക്കറിയാം. അവളൊരു വനിതാ പോലീസിന് ഒരു കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും ചൂളാൻ പോണില്ല. അപ്പൊ ഹരീഷ് പറഞ്ഞു, പിന്നെ നീ ഇനി ധൈര്യം ഉണ്ടെങ്കിൽ ആണാണെങ്കിൽ അവളെ ദേഹത്തൊന്ന് കൈവച്ച് നോക്കണമെന്ന് പറയും. നീ എന്താടാ ഭീഷണിപ്പെടുത്താണോ? നമ്മുടെ അഖില് ചോദിക്കുന്നു. ഹരീഷും വിട്ടുകൊടുത്തില്ല. നീ എന്ത് ചെയ്യൂടാന്ന് വെച്ചു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതെ, നിനക്ക് ഇത്രയും ദിവസം കൊണ്ട് കിട്ടിയതൊന്നും പോരേടാ മോനെ, ഇനി ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എടാ, നീ വലിയ ആള് കളിക്കുകയാണോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ പൊക്കണം. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ദേ നിന്റെ കൈ എങ്ങാനും എന്റെ പെണ്ണിന്റെ നേരെ പൊങ്ങിയോണ്ടല്ലോ, നിന്റെ കൈ കാണില്ല. സുധീഷ് പറഞ്ഞത് വട്ടങ്ങ് ഒടിച്ചോളെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും അഖില് പറയും, നീ എന്നടാ ഭീഷണിപ്പെടുത്താണോ? നീ പോടാർക്കാന്ന് പറയും. അപ്പോഴേക്കും ഹരീഷ് വിട്ടുകൊടുക്കുവോ? ഹരീഷും പറയും, നീ എന്നടാ ഇങ്ങോട്ട് കയറാൻ നിൽക്കുന്നത്? അപ്പൊ അഖില് പറയും, അതെ, നീ ഈ പറയണ പെണ്ണ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലാ നിക്കണ, അല്ലാണ്ട് നിന്റെ വീട്ടിലല്ല നിക്കണ. അവളെ എന്ത് ചെയ്യണം, ആരെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ളതൊക്കെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഹരീഷ് പറയണം. അല്ല, ഹരീഷ് അല്ല, നമ്മുടെ അഖില് പറയണ്. അപ്പൊ ഹരീഷ് പറഞ്ഞു, നിന്റെ വീട്ടില് നിന്റെ ആ പെങ്ങളെ ഇവിടെ നിൽക്കുന്നുണ്ടോ? പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അവളെ
എപ്പ വേണമെങ്കിലും ഏത് നിമിഷവും ഞാൻ വിളിച്ചെടുത്ത് അവള് വരും. അതും കൂടെ നീ ഓർത്തോണം കേട്ടോടാ ചേട്ടാ അഖിലെ എന്നിങ്ങനെ ഹരീഷ് പറയും. നീ എന്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ അഖില് ഹരീഷിനെ ഒരൊറ്റ തല്ല് തല്ലാൻ പോണതും തിരിച്ച് ആ കൈ അങ്ങോട്ട് മടക്കി ഹരീഷ് ഒരൊറ്റ കീറം കൊടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും ദേ കിടക്കണു അഖില് നിലത്തങ്ങ് കിടക്കുകയാണ്. ആ അഖിലിനെ എന്തോ പോലെ ആയിപ്പോ. അഖില് ചാടി എണീറ്റ് വീണ്ടും ഹരീഷിനെ തല്ലാൻ വേണ്ടി കൈപൊക്കി. പക്ഷെ സുധീഷ് അതിനുള്ള അവസരം കൊടുത്തില്ല. അവനെ ചുരുട്ടി മടക്കി ഒതുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അഖില് പറയും, നീ എഴുതി വെച്ചോടാ, ഞങ്ങള് തീരുമാനിക്കണ ഒരു ചെറുക്കനെ കൊണ്ട് നീതുവിന്റെ കഴുത്തിൽ ഞങ്ങൾ താലി കെട്ടിക്കും, നീ കാത്തിരുന്നോളാൻ പറഞ്ഞു. അപ്പൊ ഹരീഷ് പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റണേക്കാ പോയി അങ്ങ് ഉണ്ടാക്കടാന്ന് പറയും. അപ്പം ശരി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കട്ടോ. അപ്പം ഹരീഷും പറഞ്ഞു എന്നാലൊന്ന് കാണട്ടെടാന്ന് പറഞ്ഞ് വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഹരീഷും അങ്ങ് നിന്നു. അപ്പോഴേക്കും അഖില് നേരെ വീട്ടിൽ പോകട്ടോ, ദേഷ്യപ്പെട്ടു. കാരണം ചവന്മാരെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ, ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് അഖില് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് സെറ്റിയിൽ കാലുമേ കാലിട്ടിരുന്ന് നീതു ചോറ് തിന്നെയാണ്. തൊട്ടപ്പുറത്തായിട്ട് സീതയും ചന്ദ്രനും ഇരുന്ന് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹൈ വോളിയത്തിലാട്ടോ TV വെച്ചിരിക്കുന്നത്. എന്നിട്ട് നീതു അമ്മയുടെ അടുത്ത് പറയണേ, അമ്മ ഒരു ഇച്ചിരി തോരൻ എടുത്തുകൊണ്ടുവന്നേന്ന് പറയാം. അപ്പം സീത പറയും, എനിക്ക് സൗകര്യപ്പെടില്ല, നിനക്ക് കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ, പോയി എടുക്കാൻ പറയും. അപ്പോഴേക്കും നീതു പറയും, ഓ ശരി എന്നാ ഞാൻ പോയി എടുത്തോളാന്ന് പറയും. അപ്പോഴേക്കും അഖിൽ വന്ന് ആ TV അങ്ങ് ഓഫ് ചെയ്യട്ടോ. എന്നിട്ട് പറയും, നിനക്ക് കേൾക്കാൻ മാത്രമുള്ള സൗണ്ടിൽ വെച്ചാൽ മതി ഇവിടെ TV, അല്ലാണ്ട് അയൽവക്കക്കാരെ നീ അധികം കേൾപ്പിക്കേണ്ടെന്ന് പറയും. അപ്പൊ നീ TV വെക്കുമ്പോൾ ഇതേ ഓളത്തിൽ തന്നെയല്ലോ വെക്കുന്നത്, അപ്പൊ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അയൽവക്കക്കാരൊന്നും ഇല്ലെന്ന് നീതു തിരിച്ചു ഇങ്ങോട്ട് രണ്ട് കൂട്ടരും വിട്ടുകൊടുക്കൂല. അപ്പൊ ചന്ദ്രൻ പറയുന്നുണ്ട്, എടാ നീ ആവശ്യമില്ലാണ്ട് അവളെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. അപ്പൊ പറയും, പിന്നെ എവള് കുറച്ച് വനിതാ പോലീസിനെ കാണിച്ച് നമ്മളെ പേടിപ്പിക്കാനെന്ന് നിൽക്കട്ട. എടി നീ അവനെ കാണാൻ വേണ്ടി ഇന്നും പോയിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പം നീതു പറയും, അതെ പോയിട്ടുണ്ടായിരുന്നു, അതിലിപ്പോ എന്നാ പുതിയ അതിശോക്തി, ഞാൻ എല്ലാ ദിവസവും ഹരീഷിനെ കാണാറുണ്ട്, പോകാറുണ്ട്, സംസാരിക്കാറുമുണ്ട്, നീ എന്നെ അതിശയം പോലെ കേൾക്കുന്ന എന്തിനാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സീത പറയും, നീ നന്നാവില്ലല്ലേടി, എടി നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെടി ആ ഒരു ഒരുമ്പട്ടവനെ കാണാൻ വേണ്ടി നീ പോകരുതെന്ന്. അപ്പൊ നീതു പറയും, അതെ വലിയ വാക്സാമർത്ഥ്യം ഒന്നും കാണിക്കണ്ട, എന്നെ ഇതുപോലെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നാലും ഞാനുണ്ടല്ലോ പോലീസിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അഖില് പറഞ്ഞു, നീ എന്നടി ഞങ്ങളെ പേടിപ്പിക്കാണോ എന്ന് ചോദിച്ചു. ആ ഒന്ന് പേടിപ്പിക്കുക എന്നെ എന്തേന്ന് ചോദിച്ചു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനൊക്കെ പോകുമ്പോൾ ചന്ദ്രൻ പിടിച്ച് രണ്ടിനെയും മാറ്റുകയാണ്, ചന്ദ്രനെയും നമ്മുടെ അഖിലിനെയും നീതുവിനെയും കൂടെ. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു രീതിയിൽ കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ നീതുവിനെയും നമ്മുടെ നിധിയെയും നമ്മുടെ നികേഷിനെയാണ് കേട്ടോ. അപ്പൊ അവരിങ്ങനെ കോളേജിൽ പോയിട്ട് വന്നിട്ട് നിധി ജോലിക്ക് പോയിട്ട് വന്നിട്ടൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയം നമ്മുടെ ഹരീഷിന് ഫോൺ കോൾ വന്ന് ഹരീഷ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീതുവാ വിളിക്കുന്നത്. അപ്പൊ ഹരീഷ്, നീ പറ വേറെന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നികേഷിനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കണ്, ഇത് തന്നെ കേക്കല്. ഇതേ സമയം നമ്മുടെ സുധീഷിന് ഫോൺ കോൾ വരെയാണ്. അങ്ങനെ സുധീഷും പോയി മാറി നിന്ന് സംസാരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് പച്ചക്കറി മേടിക്കാനോ അങ്ങനെ എന്തോ കടയിലായിട്ട് പോയിക്കാണ്. അങ്ങനെ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരീഷ് തിരിച്ചു വരെയാണ്. വന്നു കഴിയുമ്പോ നികേഷ് ചോദിച്ചു, നീതു ആയിരിക്കും വിളിച്ചതല്ലേ? അതെ എന്റെ പൊന്നു ഹരീഷ് ഏട്ടാ, ഈ ടോണൊന്ന് മാറ്റാവോ? അപ്പൊ ഹരീഷ് ചോദിക്കും, എന്ത് ടോണ്? അപ്പൊ നികേഷ് പറയും, അതെ നീ പറ എന്നിട്ടോ, നീ പറ എന്നിട്ടോ, രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഇത് തന്നെ, ഒന്ന് മാറ്റിപ്പിടി എന്റെ ഹരീഷ് ഏട്ടാന്ന് പറയും. അപ്പോഴേക്കും നീതു ഒരൊറ്റ ചിരി അങ്ങ് ചിരിക്കാൻ കേട്ടോ. ഹരീഷിനാകെ ചമ്മലായിപ്പോ. എന്നിട്ട് ഹരീഷ് നികേഷിന്റെ അടുത്ത് പറയും, നീ ആള് കൊള്ളാലോടാ, ഞാൻ വിളിക്കണേയും പറയണേക്കെ നീ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ എന്ന് പറയും. അതുകൊണ്ട് ഇനി പുറത്തു പോയി നിന്ന് സംസാരിച്ചോളാൻ പറയും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീന് നമ്മുടെ സുധീഷ് ഫോൺ ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് അകത്തോട്ട് കയറി വരികയാണ്. അപ്പൊ നികേഷ് ചോദിക്കും, സുധീഷേട്ടനെ ആരാ വിളിച്ചത്? അപ്പൊ സുധീഷ് പറയും, അതെ ആ ബ്രോക്കറാ വിളിച്ചത്, നല്ലൊരു ആലോചന സുഭാഷേട്ടന് വന്നിട്ടുണ്ട്, പക്ഷെ അവര് ജാതകം വേണോന്ന് പറയുന്നുണ്ട്, അതിന് ഇനിയിപ്പോ എന്താ ചെയ്യണേ? അപ്പോഴേക്കും നിധി ചോദിക്കും, അല്ല ഇപ്പൊ ഇവിടെ ജാതകം ഒന്നും നിങ്ങൾക്ക് എഴുതിയിട്ടില്ലേ? അപ്പൊ നികേഷ് പറയും, ഓ ഇവിടെ ആരെ എഴുതാനാ, അച്ഛനോ, നന്നായി. അപ്പൊ നിധിയുടെ അടുത്ത് നികേഷ് ചോദിക്കും, നിധിയേട്ട തീരെ ജാതകമൊക്കെ എഴുതിയിട്ടുണ്ടോ? വീട്ടിൽ അപ്പൊ അച്ഛ അത് എടുത്തുകൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയൊക്കെ നോക്കലും ജോത്സ്യനെ കാണിക്കലൊക്കെയാ, ജാതകം മിക്ക ആൾക്കാരും എഴുതി വെക്കാറുണ്ടല്ലോ എന്ന് പറയും. ഇനിയിപ്പൊ അതിനെന്താ പോം വഴി എന്ന് ചോദിക്കും. അപ്പൊ ഹരീഷിന്റെ അടുത്ത് സുധീഷ് പറയും, അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കിയല്ലേ ആളെന്തേ? അപ്പം പറയും, പുറകിൽ ഇരിപ്പുണ്ടെന്ന് പറയും.
അപ്പൊ ഹരീഷ് പറയും വല്ല ആവശ്യമുണ്ടോ, എന്തിനാ ചോദിക്കണേ, അങ്ങേരുടെ അടുത്ത് ചോദിക്കണേ ചോദിക്കാതിരിക്കണൊക്കെ കണക്കാന്ന് പറയും. എടാ അല്ല, ഇനി എങ്ങാനും എഴുതി വല്ല പെട്ടിയിലും വെച്ചിട്ടുണ്ടെങ്കിലോ. അപ്പൊ സുധീഷ് പറയും പെട്ടിയിലൊന്നും കാണാൻ വഴിയില്ല നിധി, നമ്മൾ കഴിഞ്ഞ നാള് ആ പെട്ടിയൊക്കെ നന്നായിട്ട് നോക്കിയില്ല, അതിലൊന്നും ജാതകമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ എന്നാലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ സുധീഷും ഹരീഷും കൂടെ ചെന്ന് ഭാസ്കറിന്റെ അടുത്ത് ചോദിക്കാണ്, അതെ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാനാ. ഓ എന്താണ്? അപ്പോഴേക്കും ഭാസ്കരൻ ചോദിക്കാണ്, പറയാൻ പറയാം. അപ്പോഴേക്കും സുധീഷ് പറയും, അതെ സുഭാഷ് ഏട്ടന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജാതകം എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ പറയും എന്തിനാ എഴുതണത്, നിന്റെയൊക്കെ ജാതകം ഞാൻ തന്നെ പറയാലോ എന്ന് പറയും. അത് കേൾക്കുമ്പോഴേക്കും ഹരീഷിന് അങ്ങോട്ട് ദേഷ്യം വരണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങേരുടെ അടുത്ത് ഒരു കാര്യത്തിന്, മക്കളുടെ കാര്യത്തിന് ഒരു ഉത്തരവാദിത്വം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഇങ്ങേരെ എന്തിനാ അച്ഛാന്ന് വിളിച്ച് നടക്കണോ എന്തോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോഴേക്കും ഭാസ്കരൻ പറയും, എടാ നിന്റെയൊക്കെ ജാതകം ഞാൻ തന്നെ പറഞ്ഞുതരാം, നിനക്കൊക്കെ വിവാഹ യോഗമേ ഇല്ല. അഥവാ വിവാഹ യോഗം ഉണ്ടെങ്കിൽ തന്നെ നിനക്കൊക്കെ അത് നോയിക്കൊണ്ടിരിക്കാനുള്ള യോഗമേ ഉള്ളൂ. എന്താ പോരെന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ സുധീഷിന് അങ്ങോട്ട് ദേഷ്യം പറയുന്നത്, എടാ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നും പറഞ്ഞ് ഹരീഷിനെ വിളിച്ചുകൊണ്ട് സുധീഷ് നേരെ അകത്തേറി പോവാണ്. എന്നിട്ട് നിധിയുടെ അടുത്ത് നികേഷിന്റെ അടുത്ത് പറയാം, അതെ അങ്ങേരുടെ അടുത്ത് ചോദിക്കാൻ പോയ നേരം കൊണ്ട് വേറെ വല്ല പണിക്ക് പോകണം, അച്ഛൻ്റെ കയ്യിലൊന്നും ജാതകം ഇല്ല എന്ന് പറയാം. ആ സമയത്ത് സുഭാഷ് വരെയാണ്. അപ്പോഴേക്കും നിധി പറയും, അതെ സുഭാഷ് ഏട്ടന്റെ കയ്യിൽ എങ്ങാനും ഉണ്ടോന്നൊന്ന് നമുക്ക് നോക്കാം, അത് ഡയറക്റ്റ് കയറി ചോദിക്കണ്ട, ഈ കല്യാണക്കാരിയൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയട്ടോ. അങ്ങനെ സുഭാഷ് വരുമ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് ചോദിക്കും, അല്ല സുഭാഷ് ചേട്ടാ നമ്മുടെയൊക്കെ ജാതകം എഴുതിയിട്ടുണ്ടോ, ഇവിടെ എങ്ങാനും ജാതകം ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും സുഭാഷ് പറയും, ജാതകോ ഇപ്പൊ എന്തിനാടാ ജാതകം എന്ന് ഇങ്ങനെ ചോദിക്കണേ. അല്ല ഞങ്ങൾ ഇങ്ങനെ ഈ ജ്യോത്സ്യന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ജാതകം ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ട് കാണിക്കാന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും നീതി പറയാം, അതൊന്നും അല്ല സുഭാഷ് ചേട്ടാ, ഇന്ന് എന്റെ ഓഫീസിൽ ഒരു ജോത്സ്യം വന്നിട്ടാ, അപ്പൊ എന്റെ ജാതകം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു ചില കാര്യങ്ങള്. അപ്പൊ വീട്ടിലുള്ളവരെയും കൂടെ കൊണ്ടുചെല്ലണമെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടുചെല്ലാൻ പറഞ്ഞു, അതാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ജാതകം ഉള്ളതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ആ അങ്ങേരുടെ അടുത്ത് ചോദിച്ചു എന്ന് സുധീഷ് പറഞ്ഞു. ആ പുള്ളിക്കൊന്നും ഇല്ലാന്നാ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു. ആ അപ്പൊ എന്നാ കാണത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് ഞാൻ എന്നാ പോയി ചായ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോയിട്ടോ. ആ സമയം സുധീഷും ഹരീഷും നികേഷും നിധിയും കൂടെ ഗൂഢാലോചന നടത്താൻ കേട്ടോ. ഇനിയിപ്പോ എന്താണ് ഒരു പോംവഴി, അവർക്കൊരു ജാതകം കൊടുക്കണം. അപ്പോഴാണ് സുധീഷിന്റെ ആ പൊട്ടത്തലയിൽ ഒരു ഐഡിയ വരുന്നത്. വേറൊന്നുമല്ല, അതെ നിങ്ങളൊക്കെ സമ്മതിക്കണമെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. അപ്പോഴേക്കും നിധി പറയാം, ആ എന്തായാലും പൊട്ടത്തരമായിരിക്കും, എന്തായാലും ഐഡിയ കേൾക്കട്ടെ. അതെ നമുക്ക് സുഭാഷ് ചേട്ടനെ കൊണ്ടൊരു പുതിയ ജാതകം എഴുതിപ്പിച്ചാലോ, അല്ല സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് ഒരു ജ്യോത്സ്യനെ കണ്ട് ഒരു പുതിയ ജാതകം എഴുതിപ്പിച്ചാലോ. അപ്പോഴേക്കും നിധി പറയും, ആ ഐഡിയ കൊള്ളാം, അതിലിപ്പോ എന്നെ പൊട്ടത്തരം, കുഴപ്പമില്ല, എന്തായാലും നല്ല ഐഡിയയാണ്. അല്ല നിധിക്ക് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. അതെ എല്ലാ നാളുകാരുമായിട്ട് ചേരുന്ന സൽഗുണ സമ്പന്ന സമർത്ഥനായിട്ടുള്ള ഒരാളായിട്ട് ഈ ജാതകക്കാരെ ഇരിക്കണം. അപ്പൊ അങ്ങനെ ഒരു പ്രഗത്ഭനായ ജ്യോത്സ്യനെ കൊണ്ട് സുഭാഷ് ഏട്ടന്റെ ജാതകം നമ്മൾ പറഞ്ഞെഴുതിപ്പിക്കണം. അത് കേട്ടപ്പോ നിധി പറഞ്ഞു, എന്റെ പൊന്നി അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ? പിന്നെ ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് പണം ഉണ്ടെങ്കിൽ എന്ത് വേണോ എഴുതാൻ നിധി, നിധി എന്താ കരുതി എന്ന് പറയും. അപ്പോഴേക്കും നിധി പറയും, അതൊക്കെ ശരിയാവോ, ഈ ജാതകം എന്നൊക്കെ പറയണത് അതൊരു ഇതല്ലേ സുധീഷ് എന്ന് പറയും. അതെ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഇപ്പൊ കാര്യങ്ങൾ നടക്കൂല, എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ജ്യോത്സ്യനെ കൊണ്ട് ഒരു ജാതകം എഴുതിപ്പിക്കുക, അതേ ഉള്ളൊരു പോംവഴി. അങ്ങനെ അവരെല്ലാരും സമ്മതിപ്പിച്ച് സുധീഷ് അതിലേക്കുള്ളൊരു തയ്യാറെടുപ്പിനായി പോവുകയാണ്. അപ്പൊ ഇനി വരുന്ന വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എല്ലാവരും നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ ഈ ഒരു പ്രൊമോ കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ആ പ്രൊമോയും കൂടെ കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.